ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ലാവുഷിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2025 നവംബർ മാസത്തിലെ PSC ബുള്ളറ്റിനിൽ വന്ന സമകാലിക ചോദ്യങ്ങളാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയയാണ് ഗ്രോക്കിപീഡിയ. സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയയാണ് ഗ്രോക്കിപീഡിയ. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി 2. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി 2. ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവികാഭ്യാസം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ദക്ഷിണ കൊറിയയിലെ ബുസാനിലാണ്. ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവികാഭ്യാസം നടന്നത് ദക്ഷിണ കൊറിയയിലെ ബുസാനിലാണ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ വേൾഡ് കൺസർവേഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ കെൻഡൺ മില്ലർ പുരസ്കാരം നേടിയത് സൊനാലി ഘോഷാണ്. ഇന്ത്യക്കാരിയായിട്ടുള്ള സൊനാലി ഘോഷാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ, അതായത് IUCNൻ്റെ വേൾഡ് കൺസർവേഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ കെൻഡൺ മില്ലർ പുരസ്കാരം നേടിയത്. സത്യൻ ചലച്ചിത്ര പുരസ്കാരം നേടിയത് നടി ഉർവശിയാണ്. മുല്ലനേഴി പുരസ്കാരം നേടിയത് BK ഹരിനാരായണനാണ്. ഇദ്ദേഹം കവിയും ഗാനരചയിതാവുമായിട്ടുള്ള BK ഹരിനാരായണനാണ് മുല്ലനേഴി പുരസ്കാരം നേടിയത്. PV തമ്പി മെമ്മോറിയൽ എൻഡോമെന്റ് പരിസ്ഥിതി പുരസ്കാരം നേടിയത് സുരേന്ദ്രൻ ധർമ്മത്താണ്. PV തമ്പി മെമ്മോറിയൽ എൻഡോമെന്റ് പരിസ്ഥിതി പുരസ്കാരം നേടിയത് സുരേന്ദ്രൻ ധർമ്മത്ത്. ജസ്റ്റിസ് കൃഷ്ണയ്യർ പുരസ്കാരം നേടിയത് P സദാശിവമാണ്. നമ്മുടെ മുൻ ഗവർണറായിട്ടുള്ള ജസ്റ്റിസ് P സദാശിവത്തിനാണ് ജസ്റ്റിസ് കൃഷ്ണയ്യർ പുരസ്കാരം ലഭിച്ചത്. ലഭിച്ചതാർക്കാണ്? അത് P സദാശിവത്തിനാണ്. UA ഖാദർ പുരസ്കാരം നേടിയത് KV മോഹൻകുമാർ. P ഗോവിന്ദപിള്ള ദേശീയ പുരസ്കാരം നേടിയത് TM കൃഷ്ണ. ഇദ്ദേഹം പ്രസിദ്ധ സംഗീതകാരനാണ്. ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ അവാർഡ് നേടിയത് KG ബാബുരാജ്. പ്രൊഫസർ TJ ചന്ദ്രചൂഡൻ പുരസ്കാരം നേടിയത് G സുധാകരനാണ്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം നേടിയത് NS മാധവൻ. K ബാലകൃഷ്ണൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം നേടിയതും NS മാധവൻ തന്നെ. NS മാധവനാണ്. ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം നേടിയതും NS മാധവനാണ്. പുത്തേഴൻ അവാർഡ് നേടിയത് KV രാമകൃഷ്ണൻ. അത് KV രാമകൃഷ്ണനാണ്. അടുത്ത ചോദ്യം, ജെൻസി പ്രക്ഷോഭത്തെ തുടർന്ന് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്തത് മഡഗാസ്കറാണ്. മഡഗാസ്കർ. കൂടുതൽ സ്ത്രീകൾ സൗജന്യമായി ബസ് യാത്ര ചെയ്തതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് ശക്തി പദ്ധതി. കൂടുതൽ സ്ത്രീകൾ സൗജന്യമായി ബസ് യാത്ര ചെയ്തതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ശക്തി പദ്ധതി. ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ചരിത്രകാരനാണ് സുനിൽ അമൃത്. ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സുനിൽ അമൃതാണ്. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 years എന്ന പുസ്തകത്തിനാണ് അവാർഡ്. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 years എന്ന സുനിൽ അമൃതിൻ്റെ പുസ്തകത്തിനാണ് അവാർഡ് ലഭിച്ചത്. ഏകദേശം 30 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതിയായ വിജ്ഞാൻ പുരസ്കാരം ലഭിച്ച ഈയിടെ അന്തരിച്ച പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ. രാജ്യത്തെ പരമോന്നത ശാസ്ത്ര ബഹുമതിയായ വിജ്ഞാൻ പുരസ്കാരം ലഭിച്ച ഈയിടെ അന്തരിച്ച പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ. ലോകമത പാർലമെൻറ്റ് അഥവാ ലോകമത സമ്മേളനം നടന്നത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെൻറ്റിലാണ്. ഈയിടെ ലോകമത പാർലമെൻറ്റ് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയൻ പാർലമെൻറ്റിലാണ്. കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമാ മത്സര വിഭാഗത്തിൽ തിരഞ്ഞെടുത്ത മലയാളത്തിൽ നിന്നുള്ള ഏക ചിത്രമാണ് എ പ്രഗ്നന്റ് വിഡോ.
കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമാ മത്സര വിഭാഗത്തിൽ തിരഞ്ഞെടുത്ത മലയാളത്തിൽ നിന്നുള്ള ഏക ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് എ പ്രഗ്നന്റ് വിഡോ എന്ന ചിത്രമാണ്. എ പ്രഗ്നന്റ് വിഡോ. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഹെപ്പറ്റൈറ്റിസ് ബി, HIV, സിഫിലിസ് എന്നീ രോഗങ്ങൾ പകരുന്നത് പൂർണ്ണമായും തടഞ്ഞ ലോകത്തെ ആദ്യ രാജ്യമാണ് മാലദ്വീപ്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഹെപ്പറ്റൈറ്റിസ് ബി, HIV, സിഫിലിസ് എന്നീ രോഗങ്ങൾ പകരുന്നത് പൂർണ്ണമായും തടഞ്ഞ ലോകത്തെ ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് മാലദ്വീപാണ്. മാലദ്വീപ്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാകിസ്ഥാനിലെ ലാഹോറാണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാകിസ്ഥാനിലെ ലാഹോറാണ്. ലാഹോർ. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം 1000 റൺസ് തികച്ച ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സ്മൃതി മന്ദാനയാണ്. ഇന്ത്യക്കാരിയായിട്ടുള്ള സ്മൃതി മന്ദാനയാണ് വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം 1000 റൺസ് തികച്ച ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 5000 റൺസ് തികച്ച വനിതാ താരവും 5000 റൺസ് തികച്ച പ്രായം കുറഞ്ഞ വനിതാ താരവും ആരാണെന്ന് ചോദിച്ചാലും അത് സ്മൃതി മന്ദാന തന്നെയാണ്. ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 5000 റൺസ് തികച്ച വനിതാ താരവും 5000 റൺസ് തികച്ച പ്രായം കുറഞ്ഞ വനിതാ താരവും ആരാണെന്ന് ചോദിച്ചാൽ അത് സ്മൃതി മന്ദാനയാണ്. സ്മൃതി മന്ദാന. വനിതാ ഏകദിന ക്രിക്കറ്റിൽ റൺ ചേസിങ്ങിൽ റെക്കോർഡ് വിജയം കരസ്ഥമാക്കിയത് ഓസ്ട്രേലിയയാണ്. വനിതാ ഏകദിന ക്രിക്കറ്റിൽ റൺ ചേസിങ്ങിൽ റെക്കോർഡ് വിജയം കരസ്ഥമാക്കിയത് ഓസ്ട്രേലിയയാണ്. വിശാഖപട്ടണത്ത് നടന്ന മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ 330 റൺസിനെതിരെ 331 റൺസ് നേടിയാണ് ഓസ്ട്രേലിയ റെക്കോർഡ് വിജയം സ്വന്തമാക്കിയത്. വിശാഖപട്ടണത്ത് നടന്ന മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ 330 റൺസിനെതിരെ 331 റൺസ് നേടിയാണ് ഓസ്ട്രേലിയ റെക്കോർഡ് വിജയം സ്വന്തമാക്കിയത്. സെപ്റ്റംബർ മാസത്തെ മികച്ച താരങ്ങൾക്കുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുരസ്കാരം നേടിയത് അഭിഷേക് ശർമ്മയും സ്മൃതി മന്ദാനയുമാണ്. സെപ്റ്റംബർ മാസത്തിലെ മികച്ച താരങ്ങൾക്കുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുരസ്കാരം നേടിയത് അഭിഷേക് ശർമ്മയും സ്മൃതി മന്ദാനയുമാണ്. 67ാമത് സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ക്രിക്കറ്റ് താരം സഞ്ജു സാംസണാണ്. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ക്രിക്കറ്റ് താരമായിട്ടുള്ള സഞ്ജു സാംസണാണ്. സഞ്ജു സാംസൺ. ഗുഡ്വിൽ അംബാസിഡറായി നിയമിതയായത് കീർത്തി സുരേഷാണ്. ആരാണ്? കീർത്തി സുരേഷ്. ഗുഡ്വിൽ അംബാസിഡറായി നിയമിതയായത് കീർത്തി സുരേഷാണ്. അതുപോലെ 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള നടന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. മേളയിൽ തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യന്മാരും മലപ്പുറം അത്ലറ്റിക് ചാമ്പ്യന്മാരുമായി. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നു ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയാണ്. അതുപോലെ അത്ലറ്റിക് ചാമ്പ്യന്മാരായത് മലപ്പുറമാണ്. മലപ്പുറം. സ്കൂൾ കായികമേളയിൽ ആദ്യമായി ഏർപ്പെടുത്തിയ ചീഫ് മിനിസ്റ്റേഴ്സ് സ്വർണ്ണക്കപ്പ് നേടിയത് തിരുവനന്തപുരമാണ്. സ്കൂൾ കായികമേളയിൽ ആദ്യമായി ഏർപ്പെടുത്തിയ ചീഫ് മിനിസ്റ്റേഴ്സ് സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം കരസ്ഥമാക്കി. 2025 സംസ്ഥാന ശാസ്ത്രോത്സവ വേദി ഏതാണെന്ന് ചോദിച്ചാൽ അത് പാലക്കാടാണ്. ഇതൊക്കെ അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്തതാണ്. 2025 സംസ്ഥാന ശാസ്ത്രോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? അത് പാലക്കാടാണ്. 2025 സംസ്ഥാന കലോത്സവം നടക്കാൻ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ്. 2025 സംസ്ഥാന കലോത്സവം നടക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ കായികമേളയുടെ വേദി എന്ന് പറയുന്നത് എവിടെയായിരുന്നു? അത് തിരുവനന്തപുരമാണ്. അതുപോലെ ശാസ്ത്രോത്സവത്തിൻ്റെ വേദി എന്ന് പറയുന്നത് പാലക്കാടാണ്. അതുപോലെ കലോത്സവത്തിൻ്റെ വേദി എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ന്യൂഡൽഹിയിൽ നടന്ന 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും അധികം മെഡൽ നേടിയ രാജ്യമാണ് ബ്രസീൽ. ന്യൂഡൽഹിയിൽ നടന്ന 12ാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും അധികം മെഡൽ നേടിയ രാജ്യമാണ് ബ്രസീൽ. 44 മെഡലുകൾ നേടി. ബ്രസീൽ 44 മെഡലുകൾ നേടി. 22 മെഡലുകളുമായി ഇന്ത്യ 10ാം സ്ഥാനത്തെത്തി. 22 മെഡലുകളുമായി ഇന്ത്യ 10ാം സ്ഥാനത്തെത്തി. അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് മൊറോക്കയാണ്. അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് മൊറോക്കയാണ്. ഫൈനലിൽ അർജന്റീനയെ 2-0 പരാജയപ്പെടുത്തി. അണ്ടർ 20 ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് മൊറോക്കോയാണ്. ഫൈനലിൽ അർജന്റീനയെ 2-0 പരാജയപ്പെടുത്തി. 2-0 അർജന്റീനയെ ആര് പരാജയപ്പെടുത്തി? മൊറോക്കോ പരാജയപ്പെടുത്തി. 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ
കിരീടം നേടിയത് തമിഴ്നാടാണ്. 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് തമിഴ്നാടാണ്. തമിഴ്നാട്. ഏകദിന ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ 1000 റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. ഏകദിന ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിൽ 1000 റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് രോഹിത് ശർമ്മ. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ബെയ്ജിങ്ങിലാണ്. ഈ അടുത്ത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ബെയ്ജിങ്ങിലാണ്. ബെയ്ജിംഗ് എന്ന് പറയുന്നത് ചൈനയിലാണ്. ചൈനയുടെ തലസ്ഥാനമാണ് ബെയ്ജിംഗ്. ഗുജറാത്തിലെ സർക്രീക്കിൽ ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസമാണ് തൃശൂൽ. ആസിയാൻ ഉച്ചകോടി നടന്നത് കോലാലംപൂരിലാണ്. മലേഷ്യയുടെ തലസ്ഥാനമാണ് കോലാലംപൂർ. ആ കോലാലംപൂരിലാണ് ആസിയാൻ ഉച്ചകോടി നടന്നത്. ആസിയാൻ കൂട്ടായ്മയിലെ 11ാം അംഗരാജ്യമായി മാറിയത് കിഴക്കൻ ടിമോർ. മോൻത ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബംഗാൾ ഉൾക്കടലിലാണ്. അത് ബംഗാൾ ഉൾക്കടലിൽ. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനെ പുനർനാമകരണം ചെയ്തത് ഛത്രപതി സാംഭാജി നഗർ സ്റ്റേഷൻ എന്നാണ്. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ്? ഛത്രപതി സാംഭാജി നഗർ സ്റ്റേഷൻ എന്നാണ്. ത്രിദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ ഹരിണി അമരസൂര്യ. ശ്രീലങ്കൻ പ്രധാനമന്ത്രി. ഏറ്റവും മികച്ച സാമൂഹിക നിലവാരമുള്ള സംസ്ഥാനമായി മാറിയത് കേരളമാണ്. പ്രമുഖ ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് നടത്തിയ പ്രഥമ ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയർ സർവേയിലാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളെ മറികടന്ന് 1ാം സ്ഥാനത്തെത്തിയത്. പ്രമുഖ ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് നടത്തിയ പ്രഥമ ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയർ സർവേയിലാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളെ മറികടന്ന് 1ാം സ്ഥാനത്ത് എത്തിയത്. 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച രാജ്യത്തെ ആദ്യ സർക്കാർ ആശുപത്രിയായി മാറിയത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച രാജ്യത്തെ ആദ്യ സർക്കാർ ആശുപത്രിയായി മാറിയത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. ഡൽഹിയിലെ എയിംസ് കഴിഞ്ഞാൽ സർക്കാർ മേഖലയിൽ ആദ്യമായി ശ്വാസകോശം മാറ്റിവെക്കുന്ന ആശുപത്രിയായി മാറിയതും കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെയാണ്. ഡൽഹിയിലെ എയിംസ് കഴിഞ്ഞാൽ സർക്കാർ മേഖലയിൽ ആദ്യമായി ശ്വാസകോശം മാറ്റിവെക്കുന്ന ആശുപത്രിയായി മാറിയതും കോട്ടയം മെഡിക്കൽ കോളേജാണ്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ അതായത് യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ഖാലിദ് എൽ എനാനിയാണ്. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ്റെ അതായത് യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് ഖാലിദ് എൽ എനാനിയാണ്. മൈസൂരു വിമാനത്താവളത്തിൻ്റെ ആദ്യ വനിതാ ഡയറക്ടറായി നിയമിതയായ മലയാളിയാണ് PV ഉഷാകുമാരി. മൈസൂർ വിമാനത്താവളത്തിൻ്റെ ആദ്യ വനിതാ ഡയറക്ടറായി നിയമിതയായ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് PV ഉഷാകുമാരിയാണ്. US വിദേശകാര്യ വകുപ്പിൻ്റെ മധ്യ ദക്ഷിണേഷ്യൻ കാര്യങ്ങൾക്കുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിതനായത് ഡോക്ടർ പോൾ കപൂറാണ്. US വിദേശകാര്യ വകുപ്പിൻ്റെ മധ്യ ദക്ഷിണേഷ്യൻ കാര്യങ്ങൾക്കുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിതനായത് ഡോക്ടർ പോൾ കപൂറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം നടന്നത് വർക്കലയിലാണ്. യാനം നടന്നത് എവിടെയാണ്? അത് വർക്കലയിലാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് വിശാഖപട്ടണത്ത് വെച്ച് നടത്തുന്ന സംയുക്ത നാവികാഭ്യാസമാണ് സമുദ്രശക്തി. ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് വിശാഖപട്ടണത്ത് വെച്ച് നടത്തുന്ന സംയുക്ത നാവികാഭ്യാസമാണ് സമുദ്രശക്തി. സമുദ്രശക്തി എന്ന് പറയുമ്പോൾ ഓർമ്മയിലേക്ക് വരേണ്ടത് ഇന്ത്യയും ഇന്തോനേഷ്യയും വിശാഖപട്ടണത്ത് വെച്ച് നടത്തുന്ന സംയുക്ത നാവികാഭ്യാസം. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലഡാക്കിലാണ്. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലഡാക്കിലാണ്.
അതിർത്തി രക്ഷാ സേന അതായത് BSFൻ്റെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി നിയമിതയായത് ഭാവന ചൗധരിയാണ്. അതിർത്തി രക്ഷാ സേനയുടെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി നിയമിതയായത് ഭാവന ചൗധരിയാണ്. BSFൻ്റെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറായി നിയമിതയായത് ഭാവന ചൗധരി. സൈന്യത്തിൻ്റെ ഓണററി ലെഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവാണ് നീരജ് ചോപ്ര. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. സൈന്യത്തിൻ്റെ ഓണററി ലെഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവാണ് നീരജ് ചോപ്ര. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതയായത് ദീപിക പദുക്കോൺ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതയായത് ആരാണ്? അത് ദീപിക പദുക്കോണാണ്. പ്രഥമ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതയായത് ദീപിക പദുക്കോൺ. EP ജയരാജൻ്റെ ആത്മകഥയാണ് ഇതാണെൻ്റെ ജീവിതം. EP ജയരാജൻ്റെ ആത്മകഥയാണ് ഇതാണെൻ്റെ ജീവിതം. ദയാവധം നിയമപരമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ഉറുഗ്വായ്. ദയാവധം നിയമപരമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ഉറുഗ്വായ്. അടുത്തതായി PSC ബുള്ളറ്റിനിൽ പറയുന്നത് ഈയിടെ അന്തരിച്ച ചില പ്രമുഖരെക്കുറിച്ചാണ്. അവരാരൊക്കെയാണെന്ന് നോക്കാം. ഹൃദയാഘാതത്തെ തുടർന്ന് കൂത്താട്ടുകുളത്ത് അന്തരിച്ച കേരളത്തിൽ ചികിത്സയ്ക്കെത്തിയ മുൻ കെനിയൻ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ വ്യക്തിയാണ് റെയ്ല ഒഡിംഗ. ഹൃദയാഘാതത്തെ തുടർന്ന് കൂത്താട്ടുകുളത്ത് അന്തരിച്ച കേരളത്തിൽ ചികിത്സയ്ക്കെത്തിയ മുൻ കെനിയൻ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ വ്യക്തിയാണ് റെയ്ല ഒഡിംഗ. ഈയിടെ പൂനെയിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ഏക്നാഥ് വസന്ത് ചിറ്റ്നിസ്. ഈയിടെ പൂനെയിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ഏക്നാഥ് വസന്ത് ചിറ്റ്നിസ്. ISROയുടെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ച ഇദ്ദേഹം വിക്രം സാരാഭായിയുടെ അടുത്ത സഹപ്രവർത്തകനായിരുന്നു. ISROയുടെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ച ഇദ്ദേഹം വിക്രം സാരാഭായിയുടെ അടുത്ത സഹപ്രവർത്തകനായിരുന്നു. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ബെക് സെഹി അന്തരിച്ചു. ഐ വാണ്ട് ടു ഡൈ ബട്ട് ഐ വാണ്ട് ടു ഈറ്റ് ടിയോക്ബോക്കി എന്ന പുസ്തകമാണ് ബെക്കിനെ ശ്രദ്ധേയയാക്കിയത്. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ബെക് സെഹി അന്തരിച്ചു. ഐ വാണ്ട് ടു ഡൈ ബട്ട് ഐ വാണ്ട് ടു ഈറ്റ് ടിയോക്ബോക്കി എന്ന പുസ്തകമാണ് ബെക്കിനെ ശ്രദ്ധേയയാക്കിയത്. അതുപോലെ പ്രശസ്ത നടനും സംവിധായകനുമായ ഗോവർദ്ധൻ അസ്രാണിയും അന്തരിച്ചു. പ്രശസ്ത നടനും സംവിധായകനുമായ ഗോവർദ്ധൻ അസ്രാണി അന്തരിച്ചു. ഈയിടെ അന്തരിച്ച പോർച്ചുഗൽ മുൻ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസിസ്കോ പിൻഡോ ബാൽസെമാവോ. ഈയിടെ അന്തരിച്ച പോർച്ചുഗൽ മുൻ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസിസ്കോ പിൻഡോ ബാൽസെമാവോ. അതുപോലെ മുൻ MLA ബാബു M പാലിശ്ശേരിയും അന്തരിച്ചു. മുൻ MLA ബാബു M പാലിശ്ശേരി അന്തരിച്ചു. പ്രശസ്ത നടൻ പങ്കജ് ധീർ അന്തരിച്ചു. പ്രമുഖ സ്റ്റണ്ട് മാസ്റ്റർ മലേഷ്യ ഭാസ്കർ അന്തരിച്ചു. അതുപോലെ ബോളിവുഡ് നടൻ സതീഷ് ഷാ അന്തരിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മാസത്തിലെ നവംബർ മാസത്തിലെ PSC ബുള്ളറ്റിനിൽ ആനുകാലിക ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം PSC ബുള്ളറ്റിൻ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഗവൺമെൻറ് സർവീസിൽ കയറാൻ പറ്റട്ടെ. താങ്ക്